ശ്രീഗണപതി നമഃ. വിഘ്നമസ്തു. ഉത്തരകാണ്ഡം. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. തൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മലെല്ലാപത്തു നാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണൻ ഉള്ളവരാരായെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആകമേറ്റും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതല്ലെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ട് നിർമ്മലന്മാര് നടന്നീരിനാൽ പിന്നെയും പാദോഞ്ച സംഭവനന്ദനൻ ജാമ്പവാൻ താതനുഗ്രഹം കൊണ്ടു മോഹം തീർത്തു. കണ്ണുമിയിപ്പനരുത്തായി കളുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ, നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിടതോ. കണ്ണുമിയിച്ചു കൂടാരുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിവാദിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നൊന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു നാനടോ. സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാദശാതീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമെന്നെനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്നെന്തോടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവനാംഗദാദിക ആമരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്കനീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമെന്നാലും മാരുതപുത്രൻ മരിച്ചിതന്നാകിൽ മറ്റാരുമില്ലോ മരിച്ചതിനോക്കുമേ. സാരസമസംഭവ പുത്രവാക്യം കേട്ട് മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാകൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തിവാനാകുന്നവരാരുമില്ല നീ എന്നിയെ. പോകണ വേണം നീ ഹൈമവാനെയും കടന്നാകുലമേറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിലങ്കൃതലശാബാദ്രി ഉണ്ടു ദിവ്യൗഷധങ്ങൾ അറികനി. നാലുണ്ടു ദിവ്യൗഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണീയനെന്നടോ. പിമ്പു സന്താനകാരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവിനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങൾ എന്നറിയുക നീ. വാരാതിയിൽ വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടൻ ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോകനീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തുയുതു മഹേന്ദ്രമെന്നീറിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരോനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഗീതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അരളാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മരുതനന്ദനൻ ഔഷധ നിഗ്ധങ്ങു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവന്മാർക്കു നിശാചരാധീശനോ ആരുമറിയാതെ ചെന്നു ചൊല്ലിടിനാൽ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൽ. ചിന്താവശനായി മുഹൂർത്തമീരുന്നവൾ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമിനി ഗൃഹം
പ്രാപിച്ചു വിസ്മയം പൂണ്ടവർ ആമോദപൂർണം തോയുതു സന്ത്രജത്തനായി ആർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ കുലകുതരം ഇങ്ങയുന്നുള്ളവനെന്തൊരു കാരണം ഇങ്ങനെ മുട്ടുള്ള റമ്പടി കൂടാതെ ദുഃഖ നീ പീഡിതനാകിയ രാവണൻ അക്കാലമേതിത തന്നോട് ചൊല്ലിനാൻ ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിനക്കു ചൊൽവാൻ അത്ര നന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടെ അത്ഭുതേ തലേ പിന്നെ വീരിഞ്ചാസ്ത്രമെയ്തു മമാത്മജന് മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാംഗകം തന്നിൽ വീത്തിയിടിനാൽ വെന്നി പടയും ഉറപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവൻ മാരുതൻ നന്ദനൻ ഔഷധൻ ഇന്നു പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണമെന്തിന്നു നീ നോട് പോയവും ചൊല്ലാമതിനടോ താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചതു കാല വിളമ്പളം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാല നേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ സമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാനുണ്ണോ വാക്കു കേൾക്കണമേ നിന്നെ കുറിച്ചൊരു മരിപ്പതിന് കാലം എന്നുള്ളതേതും മടിയില്ല നിശ്ചയം മരിജനെ കണക്കെ മരിപ്പാൻ മനതാരിനെ തുക്കേതുമില്ലാരു ചഞ്ചലം മക്കളും തമ്പിമാരും മക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നു ഇത് ദുഃഖമോ ഇന്നെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ സീതയെ രാമനു കൊണ്ട് കൊടുത്തതു നീ സോദരനായി കൊണ്ട് രാജ്യവും നൽകുക കാനനം തന്നിൽ മുനി വേഷവും പൂണ്ടു മാനസശുദ്ധിയും കൂടി നിത്യവും പ്രത്യുഷസ്തുപ്തായ ശുദ്ധയോതോടെ കുളി ചന്ത്യന്ത ഭക്തിയോടന്തർഗോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ കാന്ത സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടു കണ്ടാത്മാനാത്മാന സ്വാദ സമോദം കണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതീരിങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവതീതമാനുമാധാരം എന്നതും ആ ബ്രഹ്മസ്തബ്ദ പര്യന്തമായതൊന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായതെന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃഷത്തിനതേന്തത സർഗഗതി വിനാശങ്ങൾക്ക് കാരണം ലോഹിതേശ്വര കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികൾ തുഷ്ണി ഹിംസാദികളെടോ തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കുമെന്നാത്മാവിനെ അവൾ കർത്തത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവുവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധനാത്മാപരനേകൻ അവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നതു തന്നോടെ ആത്മാവിനെ താൻ മറക്കുന്നത് അഹ്വകമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായ നിവർത്തേന്ദ്രിയനുമായി കാണുന്നതിനാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ടപ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവമുക്തനായി വരും ദേഹിയും നീയുമേവും സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രഭുതി വിമുക്തനാത്മാവിധി ജ്ഞാതോനിസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വായുകെ നന്നാൽ വരും ആനന്ദമേതും വികൽപ്പില്ലാതോർക്കനി ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനെ ഭക്തിപ്രവരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രിത അത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം ഹ്യൽപ്രത്മകർണിക മധ്യേ തു വർണ്ണപീഠോൽപലേ രത്നഗണാഞ്ച നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണരനുർധരം വീരസനസ്തം വിശാലലിജോചന ഐരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാംഗുലീയ ഒരു നത്താഞ്ചിത കണ്ടലനുപുര ചാരുകടിക കടിസൂത്ര കൗസുഭ സാര സമാല്യവനമാലിദ്യാഗരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം ഗുകുന്ദം ജനാർദ്ദനം സർവകൃതിസ്ഥിതം സർവേശ്വരം പരം സർവവന്ധ്യം ശരണാഗതവത്സലം ഭക്ത്യ പരബ്രഹ്മയുക്തനാം ധ്യാനിക്കിൽ മുക്തനായി വന്നു കുടുംബവൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമ രാമേതി തന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളാം നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാക്കുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വേടിനൊരു ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കണി ദൈവം പരിപൂർണമേകം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടുന്നു നിസന്തതം രാക്ഷസേന്ദ്രകാലാല നേമി പറഞ്ഞൊരു
വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധകാമാശ്രനായി വാളുമായി തൽഗുണം ചെയ്തി പതിനൂരും പെട്ടു ചൊല്ലിയിടിനാൽ നിന്നെ വെട്ടിക്കളൻ ഇനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമേടോ കാലനേമിനിശാരചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൽ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷതാഭാവം ഇതു കൊണ്ടു കിം ഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പത് എന്നോട് സർഗതിക്കെന്നു ധരിക്കൻ നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ ആദ്യ സമുദ്യതനായൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വർഷം ചെന്നിരുന്ന മുനി വേഷമായി തക്ഷണേ കാലനേമി വധം കാണായിതാശ്രമമായ വീരജിതം നാനാമുനി ജനസേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം വൃഷാമൃതം ശ്രമം കൊണ്ട് വായുധനയനം ചിന്തിച്ചു നിന്ന നീബിയുടെയൊരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്ന മനോവിഭ്രമല്ലി നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാമാവും മഹൌഷധം നിൽക്കുമെത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവനാനുഗ്രഹാൽ ഇതം നിരൂപിച്ചൊരു യോജനയായതം വിസ്താരമാണ്ഡമായ ശ്രമമശ്രമം രംഭാപന സർജഗേരാമി സമ്പൂർണമത്യചതോയവാപിയുതം കാലനേമിത്രിയാമാചരനും തത്ര ശാലയിത്വത്തി സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാറടുഷ്ടിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത ശിവപൂജയും ചെയ്തു വായുന്ന നക്തഞ്ചരേന്ദ്രന താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണധനയനും ഇങ്ങനെ ചൊല്ലിന രാമദൂതോഹം ധനുമാനിനി മമ നാമഭവന ജനജ്ഞാനന്ദനൻ രാമകാര്യർത്ഥമായി ക്ഷീരാഭൂരാശിക്കു സാമോദമിന്നു പൊങ്ങുന്നു സബോധിതേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പോറാനു കണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കങ്ങരുതെന്നു നോകുതം ഭാരതൻ ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ മാമകമായ കമണ്ഡലൊരു സ്ഥലം ജല ആമയ തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചാനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞു നുറങ്ങുക ഏതു പരിഭ്രമിക്കേണ്ട ഭവാനിനി അദ്ഭുതം കൈവവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവാൻ വാനരവന്മാരും സുമിത്രദാനയനും മാനവ വീര നിരീക്ഷതരാകയാൽ മോഹവും തീർന്നയുന്നേറ്റിനതാവരും മോഹവാതൻ നൊരുമിച്ചു നിന്നിടിനാൽ ഇതമകർണ്യ ചൊന്നാൻ പിപുങ്കവൻ എത്രയും കാരുണ്യശാലിയോ ഭവൻ പാരം വെറുത്തമേദാശമുണ്ടതു കണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം വായുധനയനേവം ചൊന്നു നേരത്ത് മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്ന ഭൂയോ മുതാകാല നേമിയും ചൊല്ലിന നേത്ര നിമീലനം കൃതപാനീയവും പിത്വമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധ കണ്ടു കിട്ടുവാൻ നിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസനെ മാരുതി ചൊന്നാനായ ചവടുവിനോടും മുത കണ്ണുമടച്ചു പാപി തടം പ്രാപിച്ചു തണ്ണീർ കടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മാരകിയും ഉന്നതനായ മഹാകവിവീരനും തിന്നു കളവാനോടും വിട്ട നേരത്ത് കണ്ണുമീയിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടൊരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദ്ഭുതം ദിവ്യ വിമാനദേശെ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരിമണിയെയും ചേതോഹരംഗിയ അംസര ശ്രീമണി വാദാബ്ജനോടു ചെന്നത് ഉള്ളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കെന്നു വന്നു ശാപമോക്ഷം കവിവര മുന്നമോരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതിമേ നാമം മഹാമതേ മാന്യമനീ ഇനിയൊന്നു ധരിക്കണം അത്ര പൂങ്കയാശ്രമേനി കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസ ദേവഭൂത ദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കാളന്നിനി പുഷ്ടബോധം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശശേഷം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനര വീരകുശലം ഭവിക്കതെ പോയിളവർണം പറഞ്ഞവൾ മാരുതി മായാവിയം കാലനേമിത നന്ദികെ
ചെന്നവനോട് ചൊന്നാനസുരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ കാലമീനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശുനാൻ ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണെ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രഭുരതമാകെ അഭിവരൻ ഒന്നടിച്ചാനതു കൊണ്ടുവാനും തഥാ തിന്നു പൂക്കിയിടന ധർമ്മജലാജയം ദിവ്യൌഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധം ഔഷധവാസാമർഷി ബദ്രി കണ്ടിട്ട് ഔഷധമെന്നുമേ കണ്ടതുമില്ലല്ലോ കാണാനു കോപിച്ചു പർവ്വതത്തെ പറ്റി ചേണാംഗബിംബ കണക്കെ പീഡിച്ചവൻ കൊണ്ടവന്നവൻ പോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ കീർത്തിടൻ വടം വമ്പടക്ക നേരം കൊണ്ടൽ നേവർണ്ണനും ചെയ്തി പൂണ്ടാൽ നീല കണ്ടമാനന്ദമായി വെണ്ണിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെയുന്നേറ്റില്ലാതവരും മൂന്നാം ഇരുന്നു വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലകിയല്ലെങ്ങനെ രാത്രി ജരബലം കൊല്ലുന്നതെന്നരുൾ ചെയ്താനന്തരം കുന്നുമെടുത്താർന്നു കവി പുങ്കവൻ വന്നാരാര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധം മരിച്ച നിശാചരമാരുരൻ നക്തഞ്ചാരേന്ദ്രനെ യോഗേനെ രാക്ഷസർ വന്നോരാതികീലിട്ടാരുലന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാഥവധം. രാഘവന്മാരും ഗഹാകപി വീരരും ശോകമകന്നു തെളിഞ്ഞു വായുവീതവും മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കഥനയനും മംഗതനും തഥാ നിൽക്കരുതൊട്ടും പുറത്തിനി വനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരെ കൂപതടാകങ്ങൾ കൊൽകിടുങ്ങകൾ ഗോപുരദ്വാരവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ കരുത്തുള്ളവരൊന്നുമുണ്ടെങ്കിലോ വെന്തു പോരാത്തനാൽ പുറത്തു പുറപ്പെടും അന്തകൻ വിട്ടണനുഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുര ഹമ്യങ്ങൾ ഗേക്കങ്ങൾ കാസിത ചാചില ദൂപുര താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയധനയങ്ങൾ മജ്ജജാലശാലിയും വാരണ വൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു പിന്നീടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും ചക്രനോടങ്ങിയില പാനകുലം മാരുതി ചുട്ടിലേറെ നന്നായി ചമഞ്ഞൊരു ലങ്കാപുരം ഭൂതിയായ വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാനു മാർത്തിയോ യുത്തു തേരുതെരെ ചാകരും മാർത്താണ്ഡ ഗോത്രനാകിയ രാഘവൻ കൂർത്തുകുമൂർത്തൊരു ചരങ്ങൾ പൊയ്ക്കവേ ഗോത്രങ്ങളിഞ്ചത്തു ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി കോശവും രാത്രിഞ്ചർ സ്ത്രീകൾ കയ്യുന്നു കോശവും വാനരന്മാർ നിലയൊറുന്ന കോശവും മാനവേന്ദ്ര ജനുജന്ത്യാദ്യ കോശവും ആനകൾ വെന്തലറിയിടുന്ന കോശവും ദീനത പൂണ്ട തൂരാഗങ്ങൾ നാദവും സന്തതം തിങ്ങി മൂയച്ചമനിതു ചിന്തമൂയത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശുനി പോകണമെന്നതും ചൊന്നാൽ തമ്പിയായുള്ള നീ കുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെടാൻ കമ്പനൻ താനും പ്രജംഗം എത്രയും വൻപുള്ള യൂപാക്ഷനും ശ്രോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നട ബിംബം കലർന്നാർത്തു കവിവീരരും രാത്രിയിലാ തങ്ങതു പോരൊരു രാത്രിഞ്ചരന്മാരു തേരുതേരെ ചാകയും കൂർത്തശാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രഭേദിച്ചു രാത്രിയിൽ വീകയും ഏറ്റുപീഡിച്ചും അടിച്ചും അടിച്ചും അങ്ങേറ്റം അടിച്ചു പൊടിച്ചും പരസ്പരം ചീറ്റുമുയുത്തു പറച്ചും അരാമരം തോറ്റുപോയി കൈവെന്നു ചൊല്ലിയടുക്കയും വനര രാക്ഷസന്മാർ പേരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളവരം നാലഞ്ചു നായിക നേരം കഴിഞ്ഞപ്പോൾ നാലപൂപുരി പുക്കുതേറ്റു ദോഷ രക്ഷോഗണം കമ്പയൻ വൻപോട് അടുത്തതരം അമ്പു കൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നോ ഈ ചാരതു കണ്ടത് ജംഭാരി നന്ദന പുത്രനും കോപിച്ചു കമ്പൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പചക്രനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചു താരനു നേരമാങ്കനും കൗണപാവന്മാരു മൂവരോടും പോരുതതു ക്ഷീണനായി വന്നിതു ബാലധനയനും മന്ദനുമാശു വിവദനുമായത്ര മന്ദേ തരം വന്നടുത്താരുതേരം കൊന്നൻ പജങ്കനാഥത്തേരം മന്നുദന പിന്നെയും വണ്ണം വിവിധൻ മഹാബലം കൊന്നിതു ശോണിതനേത്രനെ യുമത മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീത്തിനാൻ വരന്മാരവൻ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരാനന്തരം കുംഭകർണനു ശരം പൊയിച്ചിടിനാൻ വമ്പരം വാനരന്മാരൊക്കെ മിണ്ടിനാർ
സുഗ്രീവനും തേരിലമാറു ചാടി വീണാഗ്രതയോടവൻ വീണു കളഞ്ഞിടൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുമ്മനെ പെട്ടെന്നെടുന്നേതി തിന്നാനബ്ദിയിൽ വാരാനിതുതിയും കലക്കി മറിച്ചതിൽ കോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയ തിന്നനയിച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രനെ കുംഭൻ പരിക്കുപമായുടൻ. സംഹാര രുദ്രനെ പോലെ രജാനിൻ രണജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു പാദാത്മജൻ അഗ്രെ ചെറുത്താൻ നീ കുംഭജനക്ഷണെ. മാരുതി മാറിലടിച്ച നീ കുംഭനും പാരിത്തേറുങ്ങി വീണാൻ പരിഖവും. ഉത്തമാംഗത്തെ പരിചെറിഞ്ഞാതധികൃതനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസൻ കൂടെ തുടർന്നടുത്തിനാർ കവിവീരനും. ലങ്കയിൽ പുക്കടചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മേരിച്ചോരദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിനാൻ. പിന്നെ ചാമത്മജനാമകരാക്ഷനാൻ അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങോ വന്നിടുകെന്ന നേരം മഹാരാശനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടൊരു ഋത്തുരകാങ്കണെ. പന്നക തുല്യങ്ങളായ ശരങ്ങളെ ഭഗ്നികിരോകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നു കടാനു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രമാന്തികെ. നിന്നു പറഞ്ഞതു കേട്ടവളെ രാമ ചന്ദ്രനും വീയും കുയിയെ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലണി നിന്നു ബാണങ്ങൾ തൂകിടിനാർ. ഒന്നാകിനൊന്നായി പമതാൻ മകരാശനും ഭിന്നമായി ശരീരം കമിലാക്ഷനും. അന്യോന്യമൊപ്പം പേരുത്തു നിൽക്കുന്ന നേരം മോളം വളർന്നു ചമഞ്ഞു കരാത്മജൻ. അപ്പോൾ കോടിയും കൂടെയും തൂതിരയും കൽപ്പാണി തന്നിലൊരു ചാപവും തേരും പൊടിപ്പെടുത്താനിതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലാമാറു ചാടി ശൂലവും കൊണ്ട് പാരമടുത്തു മകരാക്ഷനെ തത്ത പാവകാശസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാപത്തു പൊട്ടു തീർത്തിടിനാൽ. രാവണനെ താൻ അറിഞ്ഞു കോപിച്ചു വന്നേവരെയും പോരുദാശു പൂറുത്താക്കി രാവണോടറിയിച്ചാനതു കേട്ടു. ദേവകുലാന്തകനാകിയ രാവണനീരയു ലോകം നടുങ്ങിപ്പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനീനാഥനും തൽപാദയുക്തം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ ഗ്രഹി ചുൽപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം പൂക്കിടുന്നരുളിടുക. സന്താപമുണ്ടാപകരുത് കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്താതിചിത്തനും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കലർക്കുളം തനോദിതമുണർത്തിച്ചരുളി. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്ര കവിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെയും തൊടുനന്തരം വരുത്തിനത്രമെത്ര നിലയിലേക്ക് പൊറുക്കണം ഇങ്ങനെ. ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമും മൂലം നാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനരുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വെന്നു വീയുന്നവരോടും പൈതമഹസ്ത്രം ഉപയോഗിക്കരുതെടോ പാതകമുണ്ടാകുമല്ലനികവനും. ഞാനിവനോട് പോ ചെയ്വതിനെല്ലാവരും ദീനതയെന്നീയെ കണ്ടു നിന്നിടുവൻ എന്നരുൾ ചെയ്തു. വില്ലും കൂലചന്തികെ തന്നതയാതു കണ്ടൊരു രാവണി തൽക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൂക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പഞ്ചിമപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു. വാനരവീരവരെല്ലാരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൽ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയിൽ മീയാൾ മുറ വിട്ട് ചീടിനാൽ. ചോരയും പാരിൽ പരന്നിതു കണ്ടു മാരുതി ജാനകി എന്നു തേറി നീടിനാൽ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിൽ ആപത്തെങ്കൽ പരത്തെന്തുള്ളതീശ്വര നാം ഇനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും അങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നത് കേട്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോട് ശകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തരത്തിടൊരു മാറില്ല. നീ കൂടെ അങ്ങിതു ചെന്നുക നീടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇതകാമർഞ്ഞവതി സുരദൂരനും കവി സത്തമ്മന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ. ബന്ധം എന്തങ്ങോട്ട് തന്നെ നടക്കനി എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. നിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ നൊണ്ടരൊളവസ്ഥയായിട്ടു പോയേ ചെന്നേറ്റകൾ സ്വാമിയേനോടു തീടണം. പോരുക നീയും ഇങ്ങോട്ടിങ്ങനെയുടൻ. മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തോയുതണർത്തിച്ചതു വൈതിരി തന്നുടെ നാശവൃത്താന്ത പെരുമയെ
ഭൂമിയിൽ വീണു മോഹിച്ചു രഘുതമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൽ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗ സീമനെ ചേർത്താനു കണ്ടു നിസ്സന്മനാരായൊക്കെ നിന്നു കവികളും ദുഃഖം കേടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊക്കെ കോശമുണ്ടായതെന്ന ആത്മീനി ചിന്തിക്ക വീടിച്ചുവെന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു. മാതരീശാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടി ചിരിച്ചു വിഭീഷണൻ. അയ്യോ കൂരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാം. മായ നിപുണനാം വേഗൻവിധാതമായി കാര്യം അനുഷ്ഠിച്ചതെന്തു നാശുകൾ മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കതിലാശു നീക്കുമ്പിലെല്ലാം ചെന്നു പൂക്കൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരോ അദ്ഭുതം ചെന്നിനി ഹോമം മൂടക്കണമെല്ലായ്മ എന്നും അവനെ വധിക്കരുതോർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നയു നൽകെ ദയാനിധി ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യ പ്രവരനുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടതേതുമേ യാത്രയ്ക്കാക്കണമെന്നു വിഭീഷണനും ചൊന്നതു കേട്ടാള വാത്സല്യവും തീർന്നു. മന്നവൻ പോവാനടഞ്ഞത് നീടിനാൽ വസ്തുപിത്രങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാതനാക്കി രാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ജയശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികയെന്ന് അനുഗ്രഹം നൽകിനാർ. ലക്ഷ്മണനോടും മഹാകവി സേനയും രക്ഷോവരനും നടനാരതു നേരം മൈതം വിവിധ സുദേശനൻ നളൻ നീല നിന്ദ്രജനാത്മദന കേസരിദാനം ശൂരൻ വിവരൻ ശരവൻ വീനദനും വീരൻ പ്രമാദി ക്ഷതബലി ജാമ്പവൻ വാദാത്മജൻ വേഗദശ്രീപശാലനും ജ്യോതിർമുഖൻ സമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ജഗൻ മേരുതൻ തുമ്രൻ ഗവയൻ ഗവാശനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നീ കുംഭബിലിപ്പു നിറഞ്ഞിതു. നക്തൻ ചരവരന്മാരെ ചുയവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. അവണി കല്ലും മലയും മരവും എടുത്തു കൊണ്ടല്ലവരും എടുത്തു കവികളും ഏറ്റുമേറും കൊണ്ട വീണം തുടങ്ങാൻ രാക്തമില്ലാതൊരു രാക്ഷസ വീരരും മറ്റുകയില്ല ഹോമം കേൾവിക്കിന്നിങ്ങനെ പറ്റലരക്ക ചറ്റു കറ്റിയൊയിന്നെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കൊൽപ്പെടുത്തു പൗരി നാടുത്തിടിനാൽ വന്നു നീ കുംഭികളായ കാലമേറിലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ട വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൽ വീരക്കയില്ല ഹോമവീനാനെങ്കിൽ നേരെ വിളിച്ചതു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതല്ല ഭവൻ മൃത്യു സമയത്തെടുത്ത നീ വന്നതു ദുഃഖം യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇതം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയോ അസ്ത്രശസ്ത്രങ്ങൾ തുടങ്ങിനാൽ പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിനാൻ ഇന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളേതിനാൽ അപ്പോൾ കയുത്തിലേറ്റും അരുൾസുതനാൽ അൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു. തൽക്ഷണം ചൊന്നാൽ ദശാനന പുത്രനും രാക്ഷസ ജാതിയിൽ വന്നു പിറന്നനി സാക്ഷാൽ പിതൃഭ്യനല്ലോ മമ കേവലം പുത്രമിത്രാധിപകത്തെയൊടുക്കുവാൻ ശത്രുജനത്തെയും ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടനാൽ എത്രയും നന്നേതല്ലേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കൊണ്ടോലും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്ര സാധ്യമാകുന്നതെന്നല്ലോ ബോധമതം. ശാസ്ത്രനാമീകൂലത്തെയൊടുക്കുവാൻ ആസ്തയും വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൽ നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സെ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലിക നായകനാനുഗ്രഹം. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങാതിൽ തൂകി കുമാരനും എല്ലാം അതേറ്റു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളുകയല്ലാതിന്നു ഞാൻ നിന്നുടൻ കണ്ടു ചെയ്താക്കൾ ജന്തുക്കൾക്കു ഭക്ഷണമേകുവാൻ. ഇതം പറഞ്ഞേയു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനര വീരർക്കു മേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൽ തക്ഷണ ബാണമായ പൊയ്യും വണ്ണം ലക്ഷ്മണൻ തൂക്കിനാൽ ശസ്ത്രമേനാൽ വിത്രജരുത്തും സരസഹസ്രേന സൗമിത്രി കവചം നറുക്കി നടുവിനാൽ രക്താഭിശക്തി ശരീരികളായിതു നക്തൻ ജരനും സുമിത്രതനയനും പാരമെടുത്തുഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊറിച്ചു
ഓടിച്ചു കുതിരകളൊന്നൊരും സാരഥി തന്റെ തലയും മുറിച്ചതിൽ സാരമായുള്ളൊരു വില്ലും മറിച്ചിനാൽ മറ്റൊരു ശാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൽ പിന്നെയും മുമ്പെയുതെല്ലാം മുറിച്ചിട മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായുള്ളൊരു വില്ലും കുയയിലും വെച്ചെടുത്തു ബാണങ്ങൾ കേടിനാർ സത്വരം ലങ്കയിൽ പൂക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും ആരുമില്ലറിഞ്ഞീല പോയതു വന്നതും നാരദൻ താനും പ്രശംസിച്ച തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസംഭാവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കലങ്ങനെയുള്ള പോരുണ്ടായതിലെന്നുണ്ടോയുമില്ലല്ലോ കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിന്മേൽ മാവരെ പരടെ യുദ്ധം പലരു പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യ ദിവസത്രയം കഴിഞ്ഞു ദൃശ്യം വാസരം 3 കഴിഞ്ഞൂരനന്തരം വാസവദേവം വസ്ത്രകുമാരനും രാഘവം ചേർന്നു കാരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പാതാരോഹം മനസ്സെ ചിന്തിച്ചുറപ്പിച്ചായതു ചെന്നത്തു പങ്ക്തി കൊണ്ടാത്തണ്ടവും ചെയ്തിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമാരന്തോരൂഢിയിൽ വന്നു പൂക്കുശരം ഭൂമിയിൽ വീണതു രാവണൻ തന്നുടെ യാമയം തീർന്നിതു ലോകത്രയത്തിനു സന്തുഷ്ടസന്മാരമായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൽ പുഷ്പങ്ങൾ വാഷ്ടിച്ചോടുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൽ നൃത്തങ്ങയായി വരും വിളങ്ങി ഗോത്ര നിരാധനും പ്രസാദിച്ചേറ്റവും താപകമന്നുടെ പുകഞ്ഞി തീരിനാൽ താപസന്മാരും ഗഗനചാരാന്മാരും ദുന്ദുബീനാഥവും ഘോഷിച്ചതേറ്റമാനന്ദിച്ചു ചാശുബീരിഞ്ചനം നേരം ശങ്കാഭിഹീനനം ചെറുതാണെന്നിച്ചു തങ്കം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കുപ്പിനർ ഗാഠയാലങ്കാനം ചെയ്തു രാഘവനോദം ഭൂകർണിനിരമബുധനെ ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധത്തെ മരിച്ചതു കാരണം രാവണൻ താനും അറിയിച്ചനറികനി കൃതനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്തിലാലിനി ദശഗ്രീവനും രാവണന്റെ വിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്ന നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ആഹാ കുമാര മണ്ഡോദരി നന്ദന ഹാഹാ സുകുമാര വീരമനോഹര മത്കർമ്മ ദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖം ഇതെന്നു പറക്കാവതുള്ളിൽ ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും എന്നുമേ മാം ജീവജന്മവും നിഷ്ഫലമായി വന്നീശ്വര പുത്ര ഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തം മുയുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കൂടിച്ചു ഇന്നെന്നുമേ ദുഃഖമടങ്ങുന്നില്ലമേ ഖഡ്ഗവ് മൂങ്ങിച്ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനെ ക്രുദ്ധനാം രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതനായി എത്രയും വേപതുഗാത്രിയായി ഹാരാമ രാമ രാമേതി ജപത്തോട് മാരാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുപാർശ്വന് നയഞ്ജന തുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിന നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിർന്നാവൽക്കൽ കുഹനുമാനന്ദരും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനം പുണ്യജനാധിപൻ സമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മദിതേന്ദ്രയൻ വേദവിദ്യാവ്രത സ്നാന പാരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവൻ എന്നിരിക്കെ ധവാൻ എന്നു മുഖാന്തരെ നന്നേ എത്രയോ മൂർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കൃതി വർദ്ധനം രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭുമായ സാർദ്ധം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും മാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുദാനാദീപം കേട്ടു സന്തുഷ്ടനായി ആസ്ഥിത മണ്ഡപേ ചെന്നിരുന്നത്രയും ആസയാർ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടയാളുള്ള നിശാചരന്മാരുമായി കുഷ്ഠരോഗം പുറപ്പെട്ടു ചോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊയ്യാതെയൊടുക്കിനാൽ രാമനും മന്നവൻ തന്നോട് എതിർത്തിട്ടു രാവണൻ നിന്നു പോർ ചെയ്താൽ ഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങൾ ഭിന്നമാക്കിയിടിന രാവണ ദേഹവും പാരം മുറിഞ്ഞു വളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ
പോരുമിനി മമ പേരുമെന്നോർക്കണം ഭീരുവായി ലങ്കപൂരം പൂക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ദുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയും മർക്കട വീരനും അർക്കാത്മഭൂയോഭൂത്തനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നീചാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാഗിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭു. വിജ്ഞാനിയായ രാവണനാനിധി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവന്മാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമാതി രഹസ്യം സ്ഥലെ ചെന്നിരിക്കുന്ന ശൂനി ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നവൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണരു നീരജാപാശ്വതാദികൾ വാനവരാലുജമയ്യനാം നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നുടെ സാദരം മന്ദരമെന്നിയെ ഹോമം കഴിക്കനി. ശുക്രമുനിയോടു മൂലം മന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിരു നന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമം ഹവ്യഗവ്യാധികമായ സദദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ച മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണൻ സോദരൻ രാമചന്ദ്രൻ കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനം മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിലാർന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സോമോദമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നൊരു രാവണ മന്ദിരം പുക്കുപുര പാലകന്മാരെയും കൊന്നു മർക്കട വീരനൊരുമിച്ചനുകൂലം വാരണ ഭാരിരഥങ്ങളെയും പൊടി ചാരാനു തത്ര ദശാസ്യമഹോമസ്ഥലം. വ്യാജ സംരമ നിജകര സഞ്ജയ സൂചിപ്പിച്ചതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാധാര ബന്ധന പോഷണ മാമായ ഹീനം പൊടിപ്പെടുത്തുന്നതൻ തത്ര യുഗലംബുകരത്ത് നക്തജരനേന്ദ്ര കാണായിതെന്തികെ. മറ്റുള്ളവർകളും അംഗദനാജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിൽ കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപുണ്യജനാധിപനെ കൊണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയൻ കുണ്ടത്തിലൊക്കെയൊരിക്കലെ ഹോമിച്ചു കണ്ടിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാസ്വരൂപം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശാന്തര വിഗ്രഹം കീറിനാലേറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയ. മണ്ടോദരിയെ പിടിച്ചു ബലിച്ചുതൻ മണ്ഡലമെല്ലാം നിർക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീയ വിനായകഞ്ചുകഹീനനായി വിസ്തൃതനായ വിലാപം തുടങ്ങിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭാവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുൻപിട്ടിലാശു കബീവരൻ എന്നതു മൂടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിലെയുന്നതും കണ്ടിരുപതു പോരെ പരിഭവമോർജളമതെ. എന്തിനായി കൊണ്ടു നിന്ദ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമതേ. ജീവിതാശാതെ ബലിയസി മാനസേ ഹാവിധി വൈഭവമത്ര മമോദ്ഭവം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭൂവി ശത്രുക്കൾ വന്നേളി പിടിച്ചതെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും നാണയം പൊട്നിയും വേണ്ടിയില്ലവെന്നാൻ. പ്രാണഭയം കൊണ്ടു മൂടൻ മഹാകാലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താനതു കണ്ടു. തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരനേശ്വര പത്നിയെയുമായ ചാർത്തി വിളിച്ചു പുറത്തു പോന്നിടുനാർ. ഹോമശേഷം മുടക്കി ഭയമെന്നും രാമാന്തികേതെന്നു കൈതൊഴുതിടിനാർ. മണ്ടോദരിയോടനുസരിച്ചെന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേ ധരിക്ക ദൈവാധീശ്വമൊക്കെയും ജാതനാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം എപ്പോഴും ഭഗവന്തരം കാമകം.
ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുനി. ജ്ഞാനവിനാശനം ശോകമറികനി. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാതിബദ്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയ ക്രോധ ലോഭ മോഹസ്പൃഹ രാഗഹാരാശാദി ജരം മൃത്യു ജന്മങ്ങൾ. അജ്ഞാനജങ്ങളലക്കല ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനി. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയ ആനന്ദപൂർണ സ്വരൂപനലെ ഭഗൻ. ഒന്നോടിനില്ല സംയോഗമത്തേനു മറ്റൊന്നില്ല നോടില്ല വിയോഗമൊരിക്കലും. ആത്മാവമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനി വല്ലഭേ. ജ്ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലകിലോ രാമസായകമേറ്റു കൈവല്യം പ്രാപിപ്പതിനൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞോടനെന്നോട് കൂടവേ. പാവകനന്തൽ പതിച്ചു മരിക്കനി ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രതിച്ചു കെട്ടുമൊണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനും അതാക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്കനി. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷത നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദന കാലെ പുര ഘോരമ മന്ദരം പൃഷ്ഠചരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യക്ഷനെ കൊന്നു മന്നിടം തേറ്റമൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായുള്ളൊരു ഹിരണ്യകശപതം ആറിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണു ബലിയോട് യാചിച്ച മൂലോകവും അടയാളവും. ക്ഷത്രിയരായി പിറന്നൊരസുരന്മാരെ യുദ്ധം വധിപ്പതിനായി ജന്മദഗ്ധിതൻ പുത്രനായി രാമനായ നാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡ വംശത്തെ ദശരഥ പുത്രനായി ധാത്രിസുരവാരനായി രാഘവൻ. നിന്നെ വധിപ്പൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്ന് ധരിക്കനി. പുത്രവിനാശനം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭവെ കട്ടുകൊണ്ടുപോയും നിജലനായക മൂടചീള പ്രഭോ. വൈദേഹിയെ കൊടുത്തു തീരുക രാമൻ സോദരനെ കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകുരം പുരനെത്രയും നാമിനി കാനനം വാഗതാപസിനായി. മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമം ചൊന്നത് നേരത്ത് പുത്രമിത്രാതിമാദ്യ സുരോധന്മാരെ മൃത്യു വരുത്തി നാനേകനായി നാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയില്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടിത്ത യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവിൻ. രാമരാവണനും തമ്മിൽ ഇതം പറഞ്ഞ് യുദ്ധത്തിനൊരുങ്ങുമ്പട്ടു ബദ്ധമോടും പുറപ്പെട്ടു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലെ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യമായില്ലാതെ ചതുരംഗസേനയും 10 പടനായകമാരും ഒന്നിച്ചു 10 കയ്യുത്തനെ കൂടി പുറപ്പെട്ടാര്. വരാതി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പം കവികൾ കണ്ടെത്രയും. ഭീതി മുയുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിടുവരും മാനം നടിച്ചു ചൊന്നേ കരുതോടുമേ. ഞാനിവരോട് വേർപൊട്ടു ചെയ്തിടുവാൻ ആനന്ദമുണ്ട് കണ്ടുകൊണ്ടവൾ നേരം. എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു തടീടനാകിയ മനീശ്വരൻ. ശാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കൂപ്പേന ബാണജാലങ്ങൾ തൂക്കിയിടിനാൻ. എത്ര നിശാചാരരുണ്ടു വന്നിട്ടിനാൽ എത്ര രാമന്മാരുണ്ടെന്നതുപോലെ. രാമമായമായി ചമഞ്ഞിതു സംക്രമമായി ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുതുന്നു രാഘവൻ എന്നു തോന്നി രജനീചരർക്കോർക്കവേ. ദ്വാദശ നായിക നേരം ഒരുപോലെ ധാതുദാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം വരിഷിത നേരമാർഗു തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വനര മേദിനി വാരിതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരമര രാക്ഷസ വീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പൊർക്കളും. കാളിയും കുളികളും പ്രബന്ധങ്ങളും കാളിനി ദേശീതേനയും പിശാചങ്ങളും നായും നരിയും കയ്യുകങ്ങൾ കാകങ്ങൾ പേയും പേരുത്തു ഭയങ്കരമാവണ്ണം. രാമചാപത്തിൽ മണിതന്നിനാദവും വ്യോമമാർഗെ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷപരോ വൃന്ദവും ദേവമുനീന്ദ്രന നാരദനും തഥാ. രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം.
ദ്വാദശ നായിക കൊണ്ടു നിശാചരർ നീതിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നവർ ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരക്കഥനനും മരുതപുത്രനും മറ്റുള്ള വനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോട് അരുൾ ചെയ്തു കണ്ണനെ യൗതമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും മൊഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു താൻ മുന്നമേ രാക്ഷസ രാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മൂറബളി കൂട്ടിനാർ താത സഹോദര നന്ദന വല്ലഭനാഥ നമുക്ക് അവലംബനമായറയോ വൃദ്ധയായി ഏറ്റവും വിരൂപനായുള്ളൊരു നക്തഞ്ചരാധിപ സോദരിമാരാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തേതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ശൂർപ്പണകയ്ക്കെന്തു കുറ്റം അതിൽ പരം പേപ്പരുമാളയോ ദശകാനന്ദരൻ ജാനകിയെ കൊതിച്ചാശുകൂലം മൂടിച്ചാരു മൂണ്ടൻ മഹാപാപി ബ്രാഹ്മണൻ അർദ്ധപ്രകരണ മാത്രണകാരാദിയെ യുദ്ധെ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു പരുത്തി വായിച്ചു സുഗ്രീവനെ സത്വരമാനരന്മാരായി അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും മാരുതിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതത്രയും ഉണ്ടോ വിചാരമാപത്തിലുണ്ടാകവൂ സിദ്ധമല്ലായ്കയിൽ വിഭീഷണൻ ചൊല്ലിന നൂത്തനായതും ധിക്കരിച്ചിടിനാൽ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുന്നവൻ നീചനവൻ കുലമൊക്കെ മൂടിപ്പതിനാൽ ജരിച്ചാരതു തന്മരണത്തിലും നല്ല സൂതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വയമായതും ദേവസ്വയമായതും നിർമ്മരിയായ വടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൽ കശ്മലൻ അർദ്ധമന്യാനേന നിത്യവാചിക്കയും നൃത്രജനത്തെ വെറുതെ വമിച്ചതും ബ്രാഹ്മണരെ കൊല ചെയ്തതും മറ്റുള്ള ധാർമ്മികന്മാരും മൂതാലൊക്കെ അടക്കിയും പാരം ഗുരുജനദോഷവും ഉണ്ടവില്ലാരെയും കൃപയോടും ഒരിക്കലും ഈ മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കി ഞാൻ ഇവൻ ഇത്തം പരസ്ത്രീ ജനത്തിൽ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുർഘാതനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ നിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപനാക്ഷതൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതെനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചപലമെന്നിയ വാനരവീരനും രാക്ഷസരോടെ തീർത്തരതു കണ്ടേട്ട മുപ്പോടരത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലും ഭ്രമവണ്ണം പേരുന്നതു കരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ട് വാനരരാജനം കൊന്നതു കണ്ടു വിരൂപ വിനോചനം ചെന്നതു വാളും പരിചയവും കൈക്കൊണ്ട് കുന്നുകൊണ്ടെന്നറിഞ്ഞാൽ കവിരാജനം നന്നായി ഇതെന്നു വിരൂപാക്ഷനും മത വെട്ടിനാൽ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോറും മർക്കടരാജനം നെറ്റിമേലോട നിജാതതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൂക്കി മേകിനാർ തേരിലേറിക്കൊണ്ടടുത്താൻ സഹോദരൻ തേരും തകർത്തു സുഗ്രീവനെയും മൃത്യുപൂരത്തിനയച്ചതു കണ്ടെത്തി ശുക്തനായി വന്നത് മഹാപാർശ്വനും അങ്കദൻ കൊന്നവനെയും അന്നേരം പൊങ്ങും ഈകളോടാശരാധീശനും പോർമതത്തോടും അടുത്തു കവികളെ താമസശാസം കൊണ്ടു ഭീതിനാനുവൻ രാമനുമായി ഗ്രസ്തമേതു തൊടുത്തിനാർ താമസശാസ്ത്രത്തുമടുത്ത ദശാസനൻ അസുരമസ്ത്രൈതാനതു വന്നവർ വാതുരന്മാരായി ദാശുകവികളും വാനര സുകര കുക്കുട ക്രോഡക കസാരമായോരക സൈരഭവാസസെ വാനര സിംഹരുഗ ധനാൻമായി വരുമാസുര ശാസ്ത്രമകം മുൽഗര പട്ടക ശക്തി ഭരദ്വശ ഖഡ്ഗുല ശൂല പരാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടങ്ങൾ വാഗ്മേയമസ്ത്രശ്വയ്യാൻ വനു വീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയേനിത്തരം ജ്യോതിർമയമായി ചെന്നു നിറഞ്ഞ വാസുരമസ്ത്രവും പോയി മറഞ്ഞു വലാൽ അപ്പോൾ മയനു കൊടുത്തൊരു ദിവ്യസ്ത്രമത്തെ പേദരായുധം കാണായന്തികെ ഗാന്ധർവഗസ്തം പ്രയോഗിച്ചതന്തരം ശാന്തമാക്കിയിടിനായി മാനവ വീരനും ശൗര്യാസ്ത്രമയ്യാൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമേയതും ഖണ്ഡിച്ച നേരം ആ ഖണ്ഡന വൈരിയും ചണ്ടാശരാസമങ്ങളും ബാണങ്ങൾ 10 കൊണ്ടായി മർമ്മങ്ങൾ ഭേദിച്ചവ ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളേനതു നാനതു കൊണ്ടുകൾ കീറി മുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനയു ശരങ്ങളോടുകൂടി തൽക്ഷണനേന കേതു ബന്ധിച്ചു വീത്തിയിടിനാൽ 5 ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ
തച്ചുകൊണ്ടാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവിൽ കൊണ്ടതിൽ ക്രോധാൽ ഭീഷണനെ പ്രയോഗിച്ചതിതു ബാണങ്ങൾ മൂന്നു കൊണ്ടതു മുറിച്ചിതു വീണിതും മൂന്നു മുറുങ്ങി മഹിതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമായൻ കൊടുത്തൊരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയരത്തു ലക്ഷ്മണൻ മൂന്നു മുൻപുക്ക് ബാണങ്ങൾ എയ്തിതു നർത്തഞ്ചരാധീപൻ വന്നു അടക്കവേ രക്തമാണിഞ്ഞു മൂളിഞ്ഞു വല്ലനുടൻ നിൽക്കും ദശാസനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നിന്നു നീ എത്രയും രക്ഷിച്ചവാറോ വിഭീഷണനെ തഥാ രക്ഷിക്കൽ വന്നു നിന്നെ പുനരെന്തുവേ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാൽ ഭാവാൻ കണ്ടയ്ക്കവേലതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചിതു മാറത്തു ശക്തിയും വസ്ത്രങ്ങൾ കൊണ്ടു തൂടുക്കൽ നറുത്തോടും വിസ്തൃതനായ തത്ര വീരൻ കുമാരനും മേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടു കിൽമായിക്കൊണ്ടു വാമനും നിന്നു ഭീഷണമായി ശക്തി പാറ14 കവികൾക്കു ശക്തി പോരാനു രാഘവകുലത്തിനായി തൃക്കൽ കൊണ്ടു പീഡിച്ചു മുറിച്ചിടിനാൽ മിത്രതാനായ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോട് അരുൾ ചെയ്തിതാറുകൾ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമീരുന്നിനി രക്ഷിച്ച് കൊൽക്കുക വിഷാദനത്തോളം ദുഃഖസമയമല്ലിൽ പൊയ്യറാറാടു രക്ഷോഭരനെ വധിക്കയുണ്ടു ഞാൻ കാണിയാണം ഉൾക്കൊണ്ട് കണ്ടുപോകും നിങ്ങൾ എല്ലാവരും ഇന്നും മൽക്കര കൗശലം ശക്രതാതനെ എത്തിച്ചതും ജഗത്തിൽ ആർക്കമാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചീറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണൻ പദരാഘവനും കൂടി മേവുക ഭൂമിയിലെന്നു തല്ലിനി രാത്രിഞ്ചരനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താധിപതികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളെന്നു വൈനാളു പോകാതെ കീർത്തി വർദ്ധിച്ചു പരുചതു ഞാൻ ആയുധേന ദശകണ്ഠകൾക്ക് ആയുധപാണി എന്നാകിൽ നിശസംശയം ദേവാസുരോഗചരാരണ താപസവേവരും കൈക്ക് കണ്ടറിയണം മമബലം ഇന്തമരുൾക്ക് ചെയ്തു നക്തഞ്ചരേന്ദ്രനെ വസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൽ തത്സമയം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂക്കി തുടങ്ങിന രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതു പോലെ ബാണഗണം പോയി ചീടുന്ന നേരം നാണോളി കൊണ്ട് മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതിനുള്ളിൽ അതിമുഴങ്ങി മുഴുത്തുരകുലനായകൻ താരേതാതേതാടോടും അരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതു മമ ഭൂതലെ പായ്കയിൽ നല്ല എനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതിലേതുമേ കേൾപ്പില്ലാതെ ചമന്നു നമുക്കിക നിൽപ്പാനുമേതു മരുതു മനസ്സിന് വിഭ്രമേറിടുന്നതു മേൽക്കുമേൽ ദുഷ്ടനെ കൊല്ലുവാനും വായവും കണ്ടില്ല നഷ്ടമായി വന്നതു മാനവും മനസ്സെ ഏവമരുൾ ചെയ്ത സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൽ ദേഹത്തിനേറും നിറം പകർന്നില്ലൊരു മോഹമത്രേ കുമാരൻ മേലു നിർണയം എന്നുണർത്തിച്ചാലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നേ കണക്കെ വിശല്യകാരിണയായി തന്നു മാരുതിന് കൊണ്ടുവന്നിരുക എന്നവളെ ഹനുമാനും വീരകോട് ചെന്നു മാറുന്നതും കൊണ്ടുവന്നിടിനാൽ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാൽ ലാസ്യവും തീർത്തു തെളിഞ്ഞു വിളങ്ങിനാൽ പിന്നെ ഔഷധ ശൈലം കവിവരൻ മുന്നമില്ലുന്നു വണ്ണം തന്നെയാക്കിനാൽ മന്നവൻ തന്നെ വണങ്ങിനാൽ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും നിന്നുടെ പാരവശ്യം കാണുക കാണണം എന്നുടെ ധൈര്യവും പോയതു മനസ്സിൽ എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നു തീരുമാൻ സിംഗലരുതണം സത്യം താബോധനമാന്മാരുടെ ചെയ്തതും മിഥ്യയായി വന്നുകൂടായത് നിർണയം ത്രൈലോക കണ്ടന നാം ഇവനെ കൊന്നു പാലിച്ചു കൊൽകൾ ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോഭരത്തെ തീർത്താൻ അനുദ്രിതം തേരുമൊരുമിച്ചൊരു വന്നു ദശാസേനും പോരിൽ നീരാഘവനോടെ തീർത്തിയതിനാൽ പാരിൽ നിന്ന് ഇക്ഷാശ്വവംശത്തിലകനും തേരിൽ നിന്ന് ആശരവംശത്തിലകനും പൂരതി ഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പന്ന കൂത്തമാനുണ്ടെന്ന് നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വീളർന്നൊരു സംഭ്രമത്തോടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൽ മമ ചന്ദനം കൊണ്ടു കൊടുക്കെ നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറ് നീ തേരും തളിച്ചൊരു കൊണ്ടുക മടിയാതെ മാതലി നാന്നതു കേട്ടുടൻ തേരുമായി ഭൂമാർഗം തന്നിലയിന്നു ചൊല്ലിയിടിനാൽ രാവണനോട് സമയത്തേനു ഞാൻ ദൈവേന്ദ്ര ശാസന വേടുവേട കൊണ്ടിതു താരിലേശു കേറുക പോരിനായി മരുതല വേഗേന നടത്തിയിടുവാൻ എന്നവൻ കേട്ടത് രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരുമാറിടുകാരേറിനാൽ തന്നോട് തുല്യനായി രാഘവനെ കണ്ടു പിന്നിലെ മാറുമാറുന്നു നോക്കി ദശാസനൻ പെരുമായ പോലെ ശരങ്ങൾ തൂകിയിടിനാൽ രാമനും ഗന്ധർവസ്ത്രയും എടുത്തിടിനാൽ രാക്ഷസ സമഗ്രം പ്രയോഗിച്ചതു നേരം രാക്ഷസ രാജനും രൂക്ഷസമായ ഇത്രയും ക്രൂരനാഗമസ്ത്രത്തെ മാറ്റുവാൻ രൂഢമാസ്ത്രമായതു രാഘനാഥനും മാതലി മേരും ദശാസനൻ ബാണങ്ങളെ കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ചരമേറ്റുമേറ്റ പൂനജാജിയും ക്രൂരമായി വന്നു രഘുവരൻ കൈകളാൽ തളർന്നു കെട്ടിത്തട്ടിൽ നിന്നും വിധുകേസരി
കൈകേയി സീനന്ദനായി വിഭീഷണൻ ശോകാതിരാതം കലർന്നു നിന്നിടിന ലോകരുമേറ്റം വിഷാദം കലർന്നുടൻ കാലപൂരത്തിനായി പേരി നീയൻ ശൂലം പ്രയോഗിച്ചതിനാശധീരനും വസ്ത്രങ്ങൾ കൊണ്ടു തടപാറാറുത്തുടൻ പുത്രാതി തന്നുടെ പേരിലിറന്നൊരു ശക്തിയെടുത്തു രഘുനാഥനും പത്തു നുറുങ്ങി വീണുരത്ര ശൂലവും നത്തഞ്ചരനുടെ തുരകാകങ്ങൾ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചതു രാഘവൻ സാരഥി തേരും തിരിച്ചടി ചർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിന നേരം ആലസ്യമോട്ടനുകന്ന നേരം തത്ര പൗലസ്ത്യാനും സൂതനോടു ചൊല്ലിയിടിനാൻ എന്തിനായി കൊണ്ടു നീ പിന്തിരിനെന്നു ബലന്ധനാത്ര ദുർബലനാകയോ കൂടലാരൊക്കെ തീർത്തിടാനാണുങ്ങടെ തോടിക്കൊളിച്ചവനായിരുന്നു കണ്ടു ഭവാൻ നീയല്ല സൂതൻ എനിക്കിനി രാമന് നീയതി ബാന്ധവൻ എന്നറിനേഹകം ഇത്തം നിരാതരിചാതരൻ പറഞ്ഞത് ഇത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമന് സ്നേഹമുണ്ടായിട്ടല്ലോ മഹാത്മാവികെ ബാധിഷ്വമുണ്ടായിട്ടുമല്ലമേ രാമനോടേറ്റ പരുതി നിറയ്ക്കലും അമ്മയും പൂണ്ടു തളർന്നതു കൊണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചതുമാകയാൽ മോഹമകുലവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞി നീ പോരുമോടക്കണമെന്നു കൽപ്പിച്ചതെത്ര സാരഥി താനെന്നറിയണം മഹാരഥന്മാരുടെ ഘാതവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയ ജയകാലവും പൂരിൽ നിന്മയ ദേശവശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞത് രാവണൻ ഒന്നു പാർശ്വസ്വര കൈവളയും കൊടുത്തിന്നര നേരത്തു കേട്ടുക പിന്നുക്കമെല്ലാം കൊണ്ടുടുമേടുമേടോ ഇന്നൊരു നാളമേടു നീ തിരിഞ്ഞതു മന്നവനോട് പോരെന്നറിക നീ സൂതനം തേരറി വേഗേന പൂട്ടിന ക്രോധമൂയങ്ങെടുത്തെന്നു രാമനും തങ്ങളിലേറ്റ മണിനു പേരും തളവങ്ങുമങ്ങും നീ അറിഞ്ഞ ചരങ്ങളാൽ